മക്കളെ NCERT ഇൻഡെക്സ് ക്വസ്റ്റ്യൻ 10.4 ആണ്. അടിപൊളി ക്വസ്റ്റ്യൻ ആണ്, കുറച്ച് ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിച്ചിരിക്കുക. ബോർഡ് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. 5 കാർബണും 12 ഹൈഡ്രജനുമുള്ള ഒരു ആൽക്കെയിൻ. ശ്രദ്ധിക്കുക, 5 കാർബണും 12 ഹൈഡ്രജനുമുള്ള ആൽക്കെയിൻ ആണ്. ആ ആൽക്കെയിന മോണോക്ലോറിനേഷൻ നടത്തിയാൽ ഒറ്റ പ്രോഡക്റ്റ് മാത്രം, എങ്ങനെ നോക്കിയാലും ഒന്നിൽ കൂടുതൽ പ്രോഡക്റ്റ് ഫോം ചെയ്യില്ല. ആ ആൽക്കെയിൻ ഇത് 5 കാർബൺ ഉണ്ട്, 12 ഹൈഡ്രജൻ ഉണ്ട്. എന്റെ ക്വസ്റ്റ്യൻ ഇതാ, 5 കാർബണും 12 ഹൈഡ്രജനുമുള്ള ഒരു ആൽക്കെയിൻ ആണ്. അതിൽ ഒരു സിംഗിൾ മോണോക്ലോറൈഡ് മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യൂ. എങ്ങനെയൊക്കെ ക്ലോറിനേറ്റ് അതിലും, ഏത് രീതിയിൽ ക്ലോറിനേറ്റ് അതിലും ഒറ്റ പ്രോഡക്റ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. ആ ആൽക്കെയിൻ ഇത് നോക്കാം നമുക്ക്. ആ ആൽക്കെയിൻ ഇതാണ് ആൽക്കെയിൻ. CH3 C CH3 CH3 CH3. എവിടെയൊക്കെ ഹൈഡ്രജൻ മാറി മക്കൾ ചോദിച്ചോ, ഇവിടെ CH3, ഇവിടെ ഹൈഡ്രജൻ മാറി ക്ലോറിൻ വന്നാലും, ഇവിടെ ഹൈഡ്രജൻ മാറി ക്ലോറിൻ വന്നാലും, ഇവിടെ ഹൈഡ്രജൻ മാറി ക്ലോറിൻ വന്നാലും, ഇവിടെ ഹൈഡ്രജൻ മാറി ക്ലോറിൻ വന്നാലും ഒരു പ്രോഡക്റ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം ഇതൊക്കെ ഈക്വലൻ കാർബൺ, ഒരുപോലെയുള്ള ഗ്രൂപ്പുകളാണ്. എങ്ങനെ നോക്കിയാലും ഒറ്റ പ്രോഡക്റ്റ് മാത്രം ഉണ്ടാവുന്ന ഒരു ആൽക്കെയിൻ ആണ് നിയോപെന്റെയിൻ. ഇതിന്റെ പേരെന്താ? നിയോപെന്റെയിൻ എന്ന പേര്, നിയോപെന്റെയിൻ. ഓക്കെ, ഇനി രണ്ടാമത് 3 ഐസോമറിക് മോണോക്ലോറൈഡ്. 3 ഐസോമറിക് മോണോക്ലോറൈഡ് ഫോം ചെയ്യണമെങ്കിൽ ഒന്നാമത്തതിന് ആൻസറായി 3 ഐസോമറിക് മോണോക്ലോറൈഡ് ഫോം ചെയ്യണമെങ്കിൽ ഇതാ CH3 CH2 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 CH3. ഇത് 3 ഐസോമറിക് പ്രോഡക്റ്റ് ഫോം ചെയ്യും. ഒന്നിക്കൽ ഇവിടെ ഹൈഡ്രജൻ മാറി ക്ലോറിൻ വരാം, ഇല്ലെങ്കിൽ ഇവിടെ ഹൈഡ്രജൻ മാറി ക്ലോറിൻ വരാം, ഇല്ലെങ്കിൽ ഇവിടെ ഹൈഡ്രജൻ മാറി ക്ലോറിൻ വരാം. 3 പ്രോഡക്റ്റ്. ഇനി ഇവിടെ ഹൈഡ്രജൻ മാറി ക്ലോറിൻ വന്നാൽ ആദ്യത്തെ പ്രോഡക്റ്റിനെ ഫോം ചെയ്യാം, ഇവിടെ ഹൈഡ്രജൻ മാറി ക്ലോറിൻ വന്നാൽ ആദ്യത്തെ പ്രോഡക്റ്റിനെ ഫോം ചെയ്യാം. അപ്പൊ 3 ടൈപ്പ് കാർബൺ ഉണ്ട്, A B C, അങ്ങനെ 3 പ്രോഡക്റ്റ് ഇവിടെ ഫോം ചെയ്യും. ഇവിടെയൊക്കെ A തന്നെയാ, A ഒരേ ടൈപ്പ് കാർബണാ. ഓക്കെ, അപ്പൊ 3 ഐസോമറിക് പ്രൊഡ്യൂസ് ചെയ്യുന്നത് പെന്റെയിൻ ആണ്. എന്താ പറ? പെന്റെയിൻ. ഇനി 4 ഐസോമറിക് മോണോക്ലോറൈഡ്, 4 ഐസോമറിക് മോണോക്ലോറൈഡ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ അത് ഏത് ഐസോമർ ആയിരിക്കും? അത് വിളിക്കുന്ന പേരാണ് ഐസോപെന്റെയിൻ എന്ന്. എന്താ വിളിക്കുക? ഐസോപെന്റെയിൻ. ഇതാണ് ഐസോപെന്റെയിൻ. CH3 CH2 CH3 4 പ്രൊഡ്യൂസ് ചെയ്യും കേട്ടോ. നോക്കിയേ, ഇതാ ഇവിടെ നമുക്കത് ഒഴിവാക്കാം, വേറൊരു കളർ കൊടുക്കാം. A B C D 4 ടൈപ്പ് പ്രോഡക്റ്റ് ഉണ്ടാവും. ക്ലിയർ അല്ലേ?